ഹലോ എവ്രി വൺ, എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യൂഹബിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് UGC നെറ്റ് പേപ്പർ 1 ഈസി മാത്സ് സീരീസ് ആണ്. ഇതിൽ പലതും വരും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ പറയുന്നതും ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഷോർട്ട് ട്രിക്ക് പറയുന്നുണ്ട്. ഈവൻ നമുക്ക് ആൻസറിലോട്ട് എത്തിയാൽ മതി. അപ്പോൾ അതിന് പെട്ടെന്ന്, അതായത് ഷോർട്ട് ട്രിക്ക് അല്ലാതെ തന്നെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താം എന്നുള്ളതും ഇതിൽ പറയും. സോ നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. ഇതില് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യന്റെ ആ ഒരു ഇതനുസരിച്ചാണ് നിങ്ങൾക്ക് ഈസി ആണോ ടഫ് ആണോ, അത് ഷോർട്ട് ട്രിക്ക് യൂസ് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങളെ ആൻസർ ഏത് മെത്തേഡിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. സോ ഇത് വരുന്നത് ഫ്രാക്ഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്കൊക്കെ അറിയാം, ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, പെർസെന്റേജ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ടോപ്പിക് നമുക്ക് വരുന്നത് ഫ്രാക്ഷനിലെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇഫ് ദ ന്യൂമറേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ ഈസ് decreased by 50% and the denominator increased by 20%, the value of the new fraction is 70/3. അപ്പൊ ഒറിജിനൽ ഫ്രാക്ഷൻ ആണ് ചോദിച്ചത്. നമ്മുടെ തന്നെ ഒരു ന്യൂമറേറ്റർ 15% കുറഞ്ഞു, ഡിനോമിനേറ്റർ 20% കൂടി. അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് 17/3 17/3 ആണ് അതിന് ആൻസർ കിട്ടുക. പക്ഷെ നമ്മൾ ഒറിജിനൽ ഫ്രാക്ഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമ്മൾ എന്തും ആയിക്കോട്ടെ, നമുക്ക് പെർസെന്റേജ് കൂടുന്നു പെർസെന്റേജ് കുറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് 100-നെയാണ്. ഈ 100-നെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറേറ്റർ എക്സ് എന്നും ഡിനോമിനേറ്റർ വൈ എന്നും എടുക്കാം. നമ്മോട് പറഞ്ഞിരിക്കുന്നത് ന്യൂമറേറ്റർ 15% കുറഞ്ഞു എന്നാണ്. അപ്പൊ 100-ൽ നിന്ന് 15 കുറക്കുമ്പോൾ നമുക്ക് 85 എന്ന് കിട്ടും. ഇനി അടുത്ത ഡിനോമിനേറ്റർ 20% കൂടി എന്ന് പറയുമ്പോൾ 100-നെ കമ്പയർ ചെയ്യുമ്പോൾ 120 എന്ന് കിട്ടി. നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? 70/3 ആണ്. ഓഫ്കോഴ്സ് നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. XY അവിടെ നിർത്തിയിട്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 70/3 എന്നുള്ളത് 120/85 എന്ന് കിട്ടും. ഇതിനെ ഇങ്ങോട്ട് നമുക്ക് ഡിനോമിനേറ്റർ എന്താവും? ന്യൂമറേറ്റർ ആവും. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും ഈക്വലിന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ. സോ ഇതിനെ നമുക്ക് വെട്ടിക്കളയുമ്പോൾ 85-ല് 17 എത്ര പ്രാവശ്യമാണ്? 5 ടൈം ആണ്. 3-ല് 14 ടൈം ആണ്. അപ്പൊ നമുക്ക് 40/5 എന്നുള്ളത് 8 എന്ന് കിട്ടും. കമ്പയർ ടു ആൻസറിനെ നോക്കണം. ആൻസറിനെ കമ്പയർ ചെയ്യുമ്പോൾ 8 എന്ന് ഇവിടെ വരുന്നില്ല. അപ്പൊ by 1, അപ്പൊ 8/1 എന്നായിരിക്കും ഇതിന് ആൻസർ വരിക. ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് പെർസെന്റേജ് ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. അതായത് 25% 1/4 എന്നും 20% നമുക്ക് 1/5 എന്നും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതായത് 9/11 എന്നുള്ളത് 1/11 എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതായത് നമ്മൾ പെർസെന്റേജിനെ ഫ്രാക്ഷനിലോട്ടാക്കി പഠിക്കാറുണ്ട്. സോ ആ ഒരു മെത്തേഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ 85/120-നെ നമ്മൾ 5 കൊണ്ട് നമുക്ക് ഓൾറെഡി അറിയാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം. 120/120-നെ 5 കൊണ്ടാകുമ്പോൾ 24 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് എന്താണ് കിട്ടുന്നത്? 70/3 എന്ന് കിട്ടും. ഇവിടെ XY നമ്മൾ വെറുതെ എഴുതി കൊടുക്കാം. ഈ 70 എന്തായാലും കട്ട് ചെയ്ത് പോകും. അപ്പൊ 24-നെ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 8 എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. 4 ആണെന്ന് ആൻസർ കിട്ടും. അപ്പൊ ഈ രണ്ട് മെത്തേഡിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഒരുപാട് 100-ന്ന് ഇങ്ങനെ കുറച്ച് കാണിച്ച് അങ്ങനെയൊന്നും എഴുതണമെന്നില്ല. ആൻസറിലോട്ട് പെട്ടെന്ന് എത്തിയാൽ മതി. അപ്പൊ ഇതാണ് ഇതിൻ്റെ ഇത്. അപ്പോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓർഡറിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് മാത്സ് പഠിക്കാൻ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ തെറ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് ടഫ് ആയിട്ട് വരുന്നത് അങ്ങനെ ഒരു കേസിലാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മള് ക്രിസ്റ്റല് 3rd ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് നമ്മൾ ഈ UGC പേപ്പർ 1-ല് ഫ്രീ കണ്ടന്റും കാര്യങ്ങളും ഫ്രീ ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഈവൻ ഇന്ന് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
മാർച്ച് 3 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ഈവൻ ഇപ്പോ സബ്ജക്ട് പേപ്പർ 2 ഹിസ്റ്ററി ഉള്ളവർക്കാണെങ്കിൽ വേറൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലും ഫ്രീ ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലോട്ടും ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, കാരണം ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളും കിട്ടണം. അപ്പൊ നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അത് ജോയിൻ ചെയ്തോളൂ കേട്ടോ. പിന്നെ അതുപോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, മാത്സ് ടഫ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്രിസ്റ്റൽ വെറും 99 രൂപക്ക് ബേസിക് മുതൽ അഡ്വാൻസ് വരെയുള്ള ക്ലാസ്സസ് കൊടുക്കുന്ന ഡീറ്റെയിൽഡ് ക്ലാസ്സസ് എല്ലാം കോഴ്സ് ഉണ്ട് നമ്മുടെ ക്രിസ്റ്റലിന്റെ ആപ്പിലാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഈവൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ